ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സിത്തര മേഡോ എടുക്കണോ? എടുത്തില്ലെങ്കിൽ അവരെ തിരക്കി വീട്ടിലേക്ക് വന്നാലോ? അമ്മയായിട്ട് പ്രശ്നം ഉണ്ടാവില്ലേ? മോളെടുത്ത് സംസാരിക്കുക. ഹലോ, നവീന്റെയോ ഗാദിയുടെ മുന്നിലേക്ക് ഒരു കാരണവശാലും പോകരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നതല്ലേ? പിന്നെ നീ എന്താ അത് അനുസരിക്കാതിരുന്നത്? മാഡം, ഒരുപാട് അകലെയാണല്ലോ എന്ന് കരുതിയാ ഞാൻ അങ്ങോട്ട് ലോട്ടറി വിൽക്കാൻ പോയത്. നവീനും ഗാദിയും അവിടെ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എനിക്കിതല്ലാതെ ജീവിക്കാൻ വേറെ മാർഗമൊന്നുമില്ല. നവീന്റെ കൈ മുറിഞ്ഞ നിനക്ക് എന്താടി പ്രശ്നം? മരുന്നൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് വെക്കാൻ നീ ആരാ? ഗാഥ, ദേ നോക്ക്, എനിക്ക് ശല്യമാവാതെ നിന്നെ കൊന്നുകളയാൻ ഞാൻ മമ്മിയോട് പറഞ്ഞതാ. മമ്മി അത് ചെയ്യും. മമ്മി മടിച്ച അത് ചെയ്യാനുള്ള മാർഗങ്ങൾ എനിക്കറിയാം. അത് വേണോ? ഗാഥ ഇങ്ങനെ എന്നോട് ദേഷ്യം കാണിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മള് തമ്മില് ദേഷ്യപ്പെടാൻ പാടില്ല. ആ പിന്നെ നവീന്റെ കയ്യില് ഇപ്പൊ വേദനയുണ്ടോ? ആ ടിന്നിന്റെ മൂടി തട്ടിയതല്ലേ, ടീറ്റി എടുക്കാൻ പറയണം. നവീന്റെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കണമെന്ന് നീ എന്നെ പഠിപ്പിക്കണ്ട. ഇനി ഇതുപോലത്തെ ഒരു അവസരം ഉണ്ടായാല് നീ നോക്കിക്കോ, നിന്നെ നിന്റെ അമ്മയെ ഞാൻ ഇല്ലാതാക്കി കളയും. മനസ്സിലായോടി? കൃഷ്ണ. ആ പറഞ്ഞോളൂ മേഡം. പറയാനുള്ളത് ഞാൻ പറയാം. മോളാ ഫോൺ ഇതാ. അല്ല മേഡം, ഇത് എന്തോന്ന് ഇടപാടാ? ഈ പെങ്കൊച്ച് സ്വന്തം ജീവൻ പോലും നോക്കാതെ നിങ്ങൾക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്തതല്ലേ? സ്വന്തം മകൾ ഇപ്പൊ കളരിക്ക് സുഖമായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിലേ അത് ഇവളെ കൊണ്ടല്ലേ? എന്നിട്ട് അമ്മയും മോളും മാറി മാറി അവളെ ഭീഷണിപ്പെടുത്താൻ വിളിക്കാന്ന് പറഞ്ഞ കുറച്ച് കഷ്ടമുണ്ട് മേഡം. ഇതിനെ ജീവിക്കാൻ വിട്ടേക്ക് മേഡം. ഗതിയില്ലാത്തവരാ. എനിക്ക് അവളെ ഒന്നും ചെയ്യാൻ ഉദ്ദേശമില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് നിർബന്ധമാണ്. ഇനി ഗാഥയും നവീനും കൃഷ്ണയായിട്ട് ഒരു കണ്ടുമുട്ടൽ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാ എനിക്ക് ശക്തമായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അതെന്തായിരിക്കുന്നത് ഞാനിപ്പോ പറയുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ആർക്കും ചിലപ്പോൾ അത് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. ശരി മേഡം, ഇവര് തമ്മിൽ കണ്ടുമുട്ടാതിരിക്കാൻ ഞങ്ങൾ പരമാവധി നോക്കിക്കോളാം. ഈ സിറ്റിയിലോ ഇതിന്റെ പരിസര പ്രദേശങ്ങളിലോ ഞങ്ങൾ ഇനി ലോട്ടറി കച്ചവടം ചെയ്യുന്നില്ല. ദൂരെ എവിടെങ്കിലും പോയി വിറ്റോളാം. ഇതിൽ കൂടുതൽ ഒന്നിനെ നിർബന്ധിക്കലേ മേഡം. ഈ കൊച്ചിപ്പൊ തന്നെ നിൽക്കുന്നത് പാതാളത്തിലാ. ഇനി ഇതിന്റെ തലയിൽ ചവിട്ടരുത്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവൾക്ക് അറിയേണ്ടത് എന്താണെന്നറിയോ? നവീന്റെ കൈക്ക് വേദനയുണ്ടോന്ന്. പിന്നെ ഒരു ഉപദേശം, ടീറ്റി എടുക്കാൻ. ഈ ലോകത്ത് അവൾക്ക് മാത്രല്ലേ ഇതെല്ലാം അറിയുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, മമ്മിയുടെ മുന്നിലും അവള് സർവജ്ഞാനിയാണല്ലോ. ഞാൻ അവളോട് കാര്യങ്ങൾ വളരെ ഗൗരവമായിട്ട് സംസാരിച്ചത് നീയും കേട്ടതല്ലേ? ഈ സിറ്റിയിലോ പരിസര പ്രദേശങ്ങളിലോ അവൾ ഇനി ഉണ്ടാവില്ലെന്ന് അവരെല്ലാരും എനിക്ക് ഉറപ്പു തന്നു. തൽക്കാലം മോളൊന്ന് അടങ്ങ്. ഓ, തൽക്കാലം അത്രേ ഉള്ളൂ. അത് വിട്ടവളെ എന്റെ മുന്നിലേക്ക് വന്നാ തീർത്ത് കളയും മമ്മി ഞാൻ അവളെ.